എന്ത് ഗ്രാമം അത്? ജീവിതത്തിൽ പല ഗ്രാമങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ഗ്രാമം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ പറയടാ. അല്ല പപ്പേട്ട, അക്കരയ്ക്ക് കിടക്കാൻ ഇവിടെ ആകെ ഒരു വള്ളമല്ലുള്ളൂ, ആ മാളിയേക്കാരനെ. അത് മാളിയേക്കാരെ കയറ്റി കഴിഞ്ഞിട്ടേ മറ്റുള്ളവരെ കയറ്റൂ. ഇത് അക്രമല്ലേ? അല്ലേ? അക്രമമാണെങ്കിൽ അക്രമം എന്ന് പറ, ഞാൻ വിട്ടുകൊടുത്തില്ല. വള്ളത്തിലേക്ക് ചാടി കയറി വള്ളക്കാരനിട്ട് 2 പൊട്ടിച്ചു, സത്യം. പിന്നെ ഞാൻ വായി തോന്നാൻ എന്തൊക്കെയാ പറഞ്ഞു. അവളുണ്ടായിരുന്നു, ആ മാളിയേക്കാരന്റെ മോള്. കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ അവളെ ഒന്നും പറഞ്ഞില്ല. എന്താ കുഴപ്പമുണ്ടോ? പാവം കിട്ടൂലേ? കാണാൻ ചന്തമുണ്ടെന്നും കരുതി കിന്നിരിക്കാനൊന്നും പോണ്ട. അല്ലെങ്കിലും ആ തന്തയ്ക്ക് മോക്ക് വലിയ പത്രാസ. പാപ്പേട്ടാ, ഞാനൊരു കാര്യം ആലോചിക്ക, നമുക്കൊരു വള്ളം ഇറക്കിയാലോ? എന്തിനാ ഇപ്പൊ വള്ളം ഇറക്കുന്നേ? ഓട്ടപ്പുറത്താർക്കും വള്ളം ഇറക്കാൻ കഴിയുമെന്ന് മാളിയേക്കാരൊന്നും അറിയട്ടെ. പിന്നെ നമുക്ക് തോന്നുമ്പോ അക്കരയ്ക്ക് പോയിട്ട് ഇക്കരയ്ക്ക് വരാലോ, അല്ലേ? മാത്രമല്ല യശോദാമ്മയ്ക്കും അതൊരു അന്തസ്സല്ലേ? ദാമു പറഞ്ഞത് ശരിയാ. കൊറേ നാളായിട്ട് ഞാനും വിചാരിക്കുന്നതാ നമുക്കും ഒരു വള്ളം ഇറക്കണമെന്ന്. അമ്മ എന്താ ഈ പറയുന്നത്? അതിന് ഇത്ര പെട്ടെന്ന് വെള്ളം ഇവിടുന്ന് കിട്ടും? മുളകാടന്റെ 3-4 വള്ളം കൊടുക്കാനുണ്ടെന്ന് കേട്ടു. ഒന്ന് പിടിച്ചു നോക്കിയാ ചുളുവിനിങ്ങി പോരും. എങ്കിൽ സംഗതി ഈസി. ഞാനും യശോദാമ്മയും കൂടി മുളവുകാടന്റെ വീട്ടിൽ പോകുന്നു, വള്ളം വാങ്ങിക്കുന്നു. ആ മാളിയേക്കൽ മാർത്താണ്ടോടൊപ്പം നമ്മൾ വള്ളം ഇറക്കുന്നു. എന്റെ യശോദാമ്മയുടെ മുമ്പിൽ ഈ മാളിയേക്കൽ മാർത്താണ്ടനെ ഞാൻ മുട്ടുകുത്തിച്ചിരിക്കും. എന്റെ യശോദാമ്മേ, മാളിയേക്കൽ മാർത്താണ്ടനെ യശോദാമ്മയുടെ മുമ്പില് ഞാൻ മുട്ടുകുത്തിച്ചിരിക്കും. എന്റെ യശോദാമ്മയുടെ മുമ്പിൽ ഈ മാളിയേക്കൽ മാർത്താണ്ടനെ ഞാൻ മുട്ടുകുത്തിച്ചിരിക്കും.